ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആന്റണി വർഗീസ് പെപ്പെ നായകനായി പോൾ ജോർജ് സംവിധാനം ചെയ്ത് ഇന്ന് മെയ് 28-ന് ഈദ് റിലീസായി തിയേറ്ററിലെത്തി മിക്സഡ് അഭിപ്രായം നേടിയെടുത്ത മലയാള സിനിമയാണ് കാട്ടാളൻ. സിനിമയിൽ സിദ്ദീഖ്, ജഗദീഷ്, തുഷാര വിജയൻ, ഹനാൻ ഷാ, പാർത്ഥ് സുവാരി, ഹിപ്സ്റ്റർ, ഷാജി ഷാഹിദ് എന്നിങ്ങനെ വളരെ മികച്ച താരനിരയാണ് അണിനിരന്നിട്ടുള്ളത്. അഡ്വാൻസ് ബുക്കിങ്ങിലൂടെ ഈ സിനിമ കേരളത്തിൽ പ്രീസെയിലായി നേടിയെടുത്തിരുന്നത് 1,85,00,000 രൂപയായിരുന്നു. സിനിമയുടെ വേൾഡ് വൈഡ് പ്രീസെയിൽ 4,16,00,000 രൂപയുമായിരുന്നു. ഇനി ഈ സിനിമയുടെ ആദ്യ ദിവസത്തെ കേരള കളക്ഷനുമായി ബന്ധപ്പെട്ട വിവരങ്ങളിലേക്ക് വന്നാൽ കേരളത്തിൽ 3.5-4 കോടി റേഞ്ചിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. സിനിമയുടെ ആദ്യ ദിവസത്തെ വേൾഡ് വൈഡ് ഓപ്പണിംഗ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 8.5-9 കോടി റേഞ്ചിലാണ്. മോഹൻലാൽ നായകനായി ജിത്തു ജോസഫ് തിരക്കഥ സംവിധാനം ചെയ്ത് മെയ് 21-ന് തിയേറ്ററിലെത്തി നിലവിൽ ബ്ലോക്ക് ബസ്റ്റർ വിജയം സ്വന്തമാക്കി 200 കോടിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന മലയാള സിനിമയാണ് ദൃശ്യം 3. ചിത്രം 7-ാം ദിവസമായ ഇന്നലെ ബുധനാഴ്ച കേരളത്തിൽ കളക്ട് ചെയ്തത് 6,06,00,000 രൂപയായിരുന്നു. അങ്ങനെ 7 ദിവസം കൊണ്ട് കേരളത്തിൽ 57 കോടി രൂപയാണ് സിനിമ നേടിയെടുത്തിരിക്കുന്നത്. റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് 7 ദിവസം കൊണ്ട് സിനിമ നേടിയെടുത്തിരിക്കുന്നത് 30 കോടി റേഞ്ചിലാണ്. അങ്ങനെ ഒരാഴ്ച കൊണ്ട് ഇന്ത്യൻ ഗ്രോസായി മാത്രം സിനിമ നേടിയെടുത്തിരിക്കുന്നത് 87 കോടി രൂപയാണ്. വിദേശത്ത് നിന്ന് 7 ദിവസം കൊണ്ട് 97 കോടി കളക്ട് ചെയ്ത ഈ സിനിമ ലോകമെമ്പാടുമായി ഇന്നലെ വരെ സ്വന്തമാക്കിയിരിക്കുന്നത് 185 കോടി 10 ലക്ഷം രൂപയാണ്. ഇനി 8-ാം ദിവസവും ഈദ് ദിനവും കൂടിയായി ഇന്ന് വ്യാഴാഴ്ചയിലേക്ക് വന്നാൽ ഇന്ന് കേരളത്തിൽ 6 കോടി റേഞ്ചിലാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ 8 ദിവസം കൊണ്ട് കേരളത്തിൽ 63 കോടി റേഞ്ചിലാണ് സിനിമ എത്തിച്ചേർന്നിട്ടുള്ളത്. ഇന്ന് സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 15 കോടി റേഞ്ചിലാണ്. അങ്ങനെ 8 ദിവസം പിന്നിടുമ്പോൾ ലോകമെമ്പാടുമായി 200 കോടി ക്ലബിലേക്കാണ് സിനിമ എത്തിച്ചേർന്നിട്ടുള്ളത്. ഇന്ന് രാവിലെ സിനിമയുടെ അണിയറ പ്രവർത്തകർ 200 കോടി പോസ്റ്റർ പങ്കുവച്ചിരുന്നു. 7 ദിവസം കൊണ്ട് സിനിമ ലോകമെമ്പാടുമായി 200 കോടിയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു എന്നാണ് പോസ്റ്റർ പറയുന്നത്. എന്തായാലും 8 ദിവസം കൊണ്ട് സിനിമ 200 കോടി ഉറപ്പാക്കിയിട്ടുണ്ട്. സൂര്യനായകനായി RJ ബാലാജി സംവിധാനം ചെയ്ത് മെയ് 15 വെള്ളിയാഴ്ച തിയേറ്ററിലെത്തി ബ്ലോക്ക് ബസ്റ്റർ വിജയം സ്വന്തമാക്കി 300 കോടിയിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുന്ന തമിഴ് സിനിമയാണ് കറുപ്പ്. ചിത്രം ബുധനാഴ്ച വരെയുള്ള 13 ദിവസം കൊണ്ട് കേരളത്തിൽ 13 കോടി 32 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തിരിക്കുന്നത്. കർണാടകയിൽ 13 ദിവസം കൊണ്ട് 21 കോടി 36 ലക്ഷം രൂപയും ആന്ധ്ര തെലങ്കാനയിൽ 31 കോടി 7 ലക്ഷം രൂപയും സ്വന്തമാക്കിയിട്ടുണ്ട്. തമിഴ്നാട്ടിൽ ഇന്നലെ വരെ ഈ സിനിമ കളക്ട് ചെയ്തിരിക്കുന്നത് 136 കോടി 12 ലക്ഷം രൂപയാണ്. അങ്ങനെ ഇന്ത്യൻ ഗ്രോസായി സിനിമ 204 കോടി 50 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തിരിക്കുന്നത്. ഇനി 14-ാം ദിവസമായിരുന്ന വ്യാഴാഴ്ചയിലേക്ക് വന്നാൽ ഇന്ന് കേരളത്തിൽ 20 ലക്ഷം റേഞ്ചിലാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ 13 കോടി 55 ലക്ഷം റേഞ്ചിലാണ് ഈ സിനിമ എത്തിച്ചേർന്നിട്ടുള്ളത്. തമിഴ്നാട് കളക്ഷനായി ഇന്ന് പ്രതീക്ഷിക്കുന്നത് 3.5-4 കോടി റേഞ്ചിലാണ്. അങ്ങനെ 2 ആഴ്ച പിന്നിടുമ്പോൾ തമിഴ്നാട്ടിൽ 140 കോടി റേഞ്ചിലാണ് സിനിമ എത്തിച്ചേർന്നിട്ടുള്ളത്. 14 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 282 കോടി റേഞ്ചിലുമാണ്. അരുൺ അനിരുദ്ധൻ സംവിധാനം ചെയ്ത് മെയ് 14 വ്യാഴാഴ്ചത്തിലെടുത്ത് നിലവിൽ സൂപ്പർ ഹിറ്റ് വിജയം സ്വന്തമാക്കിയ മലയാള സിനിമയാണ് അതിരടി. ടോവിനോ തോമസ്, ബേസിൽ ജോസഫ്, വിനീത് ശ്രീനിവാസൻ, സെറിൻ ഷഹാബ്, ദർശന രാജേന്ദ്രൻ എന്നിങ്ങനെ താരനിരയുള്ള ഈ സിനിമയുടെ ഇന്നലെ ബുധനാഴ്ച വരെയുള്ള 14 ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ കേരളത്തിൽ 33 കോടി 57 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തിരിക്കുന്നത്. ഈദ് ദിനവും 15-ാം ദിവസം കൂടി ഇന്ന് വ്യാഴാഴ്ച ഈ സിനിമ കേരളത്തിൽ പ്രതീക്ഷിക്കുന്നത് 80-85 ലക്ഷം റേഞ്ചിലാണ്. അങ്ങനെ 34 കോടി 30 ലക്ഷം റേഞ്ചിലാണ് 15 ദിവസം കൊണ്ട് കേരളത്തിൽ സിനിമ എത്തിച്ചേർന്നിരിക്കുന്നത്. സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 64 കോടിക്ക് മുകളിലുമാണ്. ഈ സിനിമകളെക്കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി പറയുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുക, ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.